വിഷയം പരാജയമാണ് വിജയത്തിന്റെ ആദ്യപടി. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്. കൂടുതൽ സമയം നമ്മൾ ഈ പരാജയങ്ങളെ പറ്റി ഓർത്ത് ദുഃഖിക്കുകയും ആഹ്ലാദപ്പെടുകയും ചെയ്യാറുണ്ട്. പക്ഷേ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് നമ്മൾ അന്വേഷിക്കാം. അതുപോലെ പരാജയം എങ്ങനെ വിജയമാക്കി തീർക്കണം എന്നാലോചിക്കാറുമില്ല. യഥാർത്ഥത്തിൽ എപ്പോഴെല്ലാം നമുക്ക് പരാജയം സംഭവിക്കുന്നു അപ്പോഴെല്ലാം ആ കാര്യത്തിൽ കൂടുതൽ അറിവ് നേടുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അതായത് നമ്മുടെ തെറ്റുകളും ബലഹീനതകളും കണ്ടെത്തുവാനുള്ള ഒരു അവസരം. പരാജയങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ കാരണങ്ങൾ ഗൗരവമായി കണ്ടെത്തുവാനും പഠിക്കുവാനും പരിഹരിക്കുവാനും ശ്രമിക്കുമെന്നാണ് വിജയത്തിന്റെ ആദ്യ പടിയായി ഞാൻ കാണുന്നത്. പല ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അത് ഉപേക്ഷിക്കാതെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വൻ വിജയങ്ങളാക്കി തീർത്ത കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള പല വൻ വിജയങ്ങളുടെ മുമ്പിൽ പരാജയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഉദാഹരണമായി നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ നിരന്തരമായി പരാജയങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ മഹാന്മാരായ നമ്മുടെ നേതാക്കൾ അടിപതരാതെ സഹനങ്ങളിലൂടെ സ്നേഹത്തോടും ഐക്യത്തോടും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും മഹത്തായ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരാൻ സാധിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴെല്ലാം പരാജയം സംഭവിക്കുന്നു അപ്പോഴെല്ലാം ക്ഷമയോടും വിവേകത്തോടും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച തീർച്ചയായും വൻ വിജയം നേടാൻ സാധിക്കും. എവിടെയെല്ലാം പരാജയങ്ങൾ സംഭവിക്കുന്നു അവിടെയെല്ലാം വിജയത്തിന്റെ ആദ്യ ചവിട്ടുപടിയാണെന്ന് യാതൊരു സംശയവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.